മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനുവരി 25 ഷെൻഷാട്ട് ദൂതിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭ നമ്മോട് പറയുക, സമറിയാക്കാരിയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വെള്ളം ചോദിച്ച് വരുന്നതായിട്ടാണ്. കുളക്കരയിൽ വെച്ച് കർത്താവ് അവളെ കണ്ടുമുട്ടുകയാണ്. അവൾ ആദ്യം കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വെള്ളം കോരണം, വെള്ളം വേണം, പക്ഷെ അതിനുള്ള സൗകര്യമില്ല, എന്തു ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സുവിശേഷ ഭാഗത്ത് അവസാന ഭാഗമായപ്പോഴത്തേക്ക് വരുമ്പോഴേക്കും അവൾ കർത്താവിനോട് പറയുകയാണ്, എനിക്ക് ഈ വെള്ളം, ഈ കിണറ്റിലെ വെള്ളം അതല്ല ആവശ്യം, നിത്യമായ ദാഹം ശമിപ്പിക്കാൻ കഴിവുള്ള ഈശോ മിശിഹായുടെ സാന്നിധ്യവും അനുഗ്രഹവുമാണ്. അവളിലൊരു മാറ്റമുണ്ടാകുകയാണ്. കർത്താവിനോട് സംസാരിച്ചാൽ നമ്മളിലും മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജോൺ മരിയ വിയാനി എപ്പോഴും സക്രാരിയുടെ മുമ്പിൽ പോയി വെറുതെ ഇരിക്കുമായിരുന്നു. പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്? അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ കർത്താവിനെ നോക്കുന്നു, കർത്താവ് എന്നെ നോക്കുന്നു. ആ കർത്താവിൽ നിന്ന് എന്നിലേക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ കിരണം അത് കടന്നു വരുമ്പോൾ എൻ്റെ ചിന്തയിൽ മാറ്റങ്ങൾ വരുന്നു, എൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു. ആ സമരിയാക്കാരായ സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ മാറ്റം, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാതൃകയാണ്. നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ തമ്പുരാൻ്റെ അടുത്തേക്ക് ആ സ്ത്രീയുടെ ആ മനോഭാവത്തോടെ നമ്മൾ കടന്നു ചെന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറും. ഈ ഒരു അവസ്ഥ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും പോകുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഷെൻഷാട്ട് കപ്പേളകളിൽ പ്രാർത്ഥിക്കുന്ന ധാരാളം മക്കളോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ.